എക്കാലവും ഇടതുപക്ഷത്തോട് ചേർന്ന് നിന്നതാണ് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിന്റെ ചരിത്രം. ആകെയുള്ള 26 ഡിവിഷനുകളിൽ 20ഉം ഇത്തവണയും LDF-നൊപ്പമാണ്. തലസ്ഥാനത്ത് ജില്ലാ പഞ്ചായത്ത് നിലനിർത്താൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഇത്തവണയും LDF. സുനിൽ കൊണ്ട് വിവരങ്ങൾ നൽകാൻ. സുനിൽ, ചരിത്രം ആവർത്തിക്കും, അത്രമേൽ ആത്മവിശ്വാസമാണോ LDF-നുള്ളത്? മാത്രമല്ല, കഴിഞ്ഞ തവണത്തെ വോട്ടൊക്കെ താരതമ്യപ്പെടുത്തുമ്പോൾ മറ്റു മുന്നണികളുടെ ആത്മവിശ്വാസമൊക്കെ എങ്ങനെയാണ്? പക്ഷേ 2010-15 കാലഘട്ടം ഒഴിച്ചാൽ ഈ അടുത്ത കാലത്തൊന്നും തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത്, തലസ്ഥാന ജില്ലാ പഞ്ചായത്ത് LDF-നെ വിട്ട് എങ്ങോട്ടും പോയിട്ടില്ല. കാരണം LDF-ൻ്റെ ഒരു കുത്തക ജില്ലാ പഞ്ചായത്ത് എന്നൊക്കെ കൃത്യമായി വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു സ്ഥലമായിട്ട് വേണം നമുക്ക് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിനെ വിശേഷിപ്പിക്കാൻ. തിരുവനന്തപുരം തലസ്ഥാന ജില്ലയാണ്. അതുകൊണ്ട് തലസ്ഥാന ജില്ല എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളത് കൃത്യമായിട്ട് ഈ ജില്ലാ പഞ്ചായത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ജില്ലാ പഞ്ചായത്ത് രാഷ്ട്രീയ വോട്ടുകളായിരിക്കും, അല്ലാതെ മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിലേതുപോലെ പ്രാദേശികമായ വിഷയങ്ങളോ വികാരങ്ങളോ എന്നതിനപ്പുറത്തേക്ക് കൃത്യമായ രാഷ്ട്രീയ വോട്ടുകൾ രേഖപ്പെടുത്തുന്നതാണ് ജില്ലാ പഞ്ചായത്തിൻ്റെ ഒരു പൊതുവായ രീതി. ഇപ്പോൾ ആകെ 26 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളാണ് തിരുവനന്തപുരത്തുള്ളത്. അതിൽ വലിയ ഭൂരിപക്ഷം, അതായത് മഹാഭൂരിപക്ഷവും LDF-നൊപ്പമാണ്. 20 ഡിവിഷനുകൾ LDF-നൊപ്പമുണ്ട്. അതിൽ തന്നെ 15ഉം CPM-നൊപ്പമാണ്. 4 CPI-ക്കും 1 LJD-ക്കുമാണുള്ളത്. വെറും 6 പഞ്ചായത്തുകൾ മാത്രമാണ് UDF-നുള്ളത്. അതിൽ 6ഉം കോൺഗ്രസിനൊപ്പം തന്നെയാണ്. ഇവിടെ ഒരു ഇത്തവണയും പക്ഷേ വലിയ അട്ടിമറിയോ മാറ്റങ്ങളോ ഒന്നും ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ സ്വാഭാവികമായും LDF-നെ സംബന്ധിച്ചില്ല. കാരണം രാഷ്ട്രീയ സാഹചര്യങ്ങൾ LDF-ന് അനുകൂലമാണെന്നാണ് അവർ വിശ്വസിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള പുതിയ പദ്ധതികൾ, ക്ഷേമപെൻഷൻ അടക്കമുള്ള പുതിയ പദ്ധതികൾ സ്വാഭാവികമായും വോട്ടർമാരെ സ്വാധീനിക്കും, അത് വോട്ടായി മാറും എന്ന പൂർണ്ണമായ ആത്മവിശ്വാസത്തിലാണ് LDF ഉള്ളത്. എന്നാൽ ശബരിമല സ്വർണ്ണപ്പാളി പോലടക്കമുള്ള വിഷയങ്ങളുണ്ട്. അത് വിശ്വാസ സമൂഹത്തിന് വലിയ വേദന ഉണ്ടാക്കിയിട്ടുണ്ട്. സ്വാഭാവികമായും UDF-ന് അനുകൂലമായ ഒരു ട്രെൻഡ് ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് ഉള്ളത്. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം തിരുവനന്തപുരം ജില്ലയിൽ അവരുടെ സംഘടനാ സംവിധാനം വലിയ വീക്കാണ്. കൃത്യമായി ചലിക്കുന്ന, വലിയ വേഗതയിൽ ചലിക്കുന്ന ഒരു ജില്ലാ ഘടകം കോൺഗ്രസിനില്ല എന്നത് കോൺഗ്രസിനെ മാത്രമല്ല UDF-ൻ്റെ പോലും വലിയ ഒരു വീക്ക് പോയിന്റ് എന്ന് നമുക്ക് വളരെ കൃത്യമായി പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് സ്വാഭാവികമായും അതിനെ എത്രത്തോളം മറികടന്ന് ജില്ലാ പഞ്ചായത്തിൻ്റെ അതിൻ്റെ ഒരു എൻഡിലേക്ക്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു നേട്ടത്തിലേക്ക് ഓടിയെത്താൻ UDF-ന് കഴിയുമോ എന്നതൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. പക്ഷേ LDF-നെ സംബന്ധിച്ച് LDF-ന് വലിയ മഹാഭൂരിപക്ഷമുള്ള ഒരു ജില്ലാ പഞ്ചായത്താണ്. അതുകൊണ്ട് സ്വാഭാവികമായും അത് നിലനിർത്താൻ കഴിയും എന്നൊരു പ്രതീക്ഷ LDF-നുമുണ്ട്. BJP-യെ സംബന്ധിച്ച് BJP-ക്ക് ഇതുവരെ ജില്ലാ പഞ്ചായത്തിൽ അക്കൗണ്ട് തുറക്കാൻ സാധിച്ചിട്ടില്ല. കാരണം BJP-ക്ക് വലിയ ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളൊക്കെ എന്ന് പറയുന്നത് ഈ കോർപ്പറേഷനോട് ചേർന്ന് കിടക്കുന്ന ഭാഗങ്ങളാണ്, അല്ലെങ്കിൽ കോർപ്പറേഷനിൽ ഉൾപ്പെടുന്ന ഭാഗങ്ങളാണ്. അതുകൊണ്ട് ഏതെങ്കിലും ആ ഭാഗത്തെങ്കിലും അതിനോട് ചേർന്നിട്ടുള്ള ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഒരു സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ ഇത്തവണ ഒരു ഡിവിഷനിലെങ്കിലും ഈ കോർപ്പറേഷനിൽ സ്വാധീനമുള്ള മേഖലയിലെ ഏതെങ്കിലും ഒരു ഡിവിഷനിലെങ്കിലും ഇത്തവണ ജയിച്ചു കയറാൻ പറ്റുമോ? നിയമം അടക്കം 26 ഡിവിഷനുകൾ, അതിൽ 20ഉം LDF പ്രതീക്ഷിക്കുന്നുണ്ടോ?